വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ആണ്. നമ്മൾ ഓൾറെഡി എന്താണ് ഡെഡ്ലോക്ക് എന്ന് പറഞ്ഞു, അതിൻ്റെ മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിങ് ഡെഡ്ലോക്ക് പറഞ്ഞു, അവിടെ പ്രിവെൻഷൻ, അതിൻ്റെ കാര്യങ്ങൾ, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്, ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് ഡെഡ്ലോക്ക് അവോയ്ഡൻസ്. ഈ ഒരു സ്ലൈഡ് ഞാൻ എടുത്തിരിക്കുന്നത് സിൽവർഷെറ്റ്സ് ഗാൽവിൻ ആൻഡ് ഗാഗ്നയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസെപ്റ്റിൻ്റെ 9th എഡിഷനാണ്. അതിൻ്റെ PPT അവൈലബിൾ ആണ്. അപ്പോൾ അവിടുന്ന് അതാണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഹിയർ ഇറ്റ് റിക്വയർസ് ദാറ്റ് ദ സിസ്റ്റം ഹാസ് സം അഡീഷണൽ എ പ്രയോറി ഇൻഫോർമേഷൻ അവൈലബിൾ, ആൻഡ് ഹിയർ ദിസ് ഇസ് എ സിംപ്ലസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് യൂസ്ഫുൾ model requires that each process declare the maximum number of resources of each type that it may need, and the deadlock avoidance algorithm dynamically examines the resource allocation state to ensure that there can never be a circular wait condition. Then the resource allocation state is defined by the number of available and allocated resources and the maximum demands of the processes. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിലെ ഓരോ പ്രോസസ്സസും എത്രത്തോളം റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് റിസോഴ്സസിനെ കുറിച്ച് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇങ്ങനെ അറിഞ്ഞിരിക്കുന്നതിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഇനി ഏതെങ്കിലും അവൈലബിൾ ആണ്, ഏതൊക്കെ അവൈലബിൾ അല്ല എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിസോഴ്സസിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതൊരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, എല്ലാ ഇൻഫോർമേഷനും നമുക്ക് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അറിഞ്ഞിരിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം നമുക്കിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം ഡൈനാമിക്കലി എക്സാമിൻ ചെയ്യും. അതായത് ഇവിടെ ഒരു റിസോഴ്സ് അലോക്കേഷൻ സ്റ്റേറ്റ് ഉണ്ട്, ഇവിടെ ഒരിക്കലും ഒരു സർക്കുലർ വെയിറ്റ് കണ്ടീഷൻ വരുന്നില്ല എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്താണെന്ന് നമുക്കറിയാം, അതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. അതിലെന്തുണ്ട്, നമുക്ക് റിസോഴ്സിനെ നമ്മൾ പെർട്ടിക്കുലറായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിസോഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്കിവിടെ കാണാം. ദെൻ ഇങ്ങനൊരു സർക്കുലർ വെയിറ്റ് കണ്ടീഷനിൽ നമുക്കത് വെച്ചുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അവിടെ ഒരു സർക്കുലർ വെയിറ്റ് കണ്ടീഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ റിസോഴ്സിനെയും ഒരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സപ്പോസ് അവിടെ നമുക്കൊരു വരയ്ക്കാം, ആ ഒരു വരയ്ക്കുന്ന ഓരോ പ്രോസസ്സിനും ഏതൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണ് എന്ന് നമുക്ക് മാക്സിമം എത്രയാണെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സർക്കുലർ വെയിറ്റ് കണ്ടീഷൻ വരുന്നുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു റിസോഴ്സ് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം നമുക്കവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡെഡ്ലോക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. ദെൻ ഹിയർ ദി റിസോഴ്സ് അലോക്കേഷൻ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി നമ്പർ ഓഫ് അവൈലബിൾ ആൻഡ് അലോക്കേറ്റഡ് റിസോഴ്സസ് ആൻഡ് ദി മാക്സിമം ഡിമാൻഡ്സ് ഓഫ് ദി പ്രോസസ്സ്. നമുക്കറിയാം, നമുക്ക് ഓരോ പ്രോസസ്സും ഉണ്ട്, ഒരുപാട് റിസോഴ്സസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോ പ്രോസസ്സിനും ഏതൊക്കെ റിസോഴ്സസ് മാക്സിമം അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയാം. അപ്പോൾ ഓരോ റിസോഴ്സിനും ഓൾറെഡി എത്രത്തോളം നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം റിസോഴ്സസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ അതിന് ഇനി എത്ര ആവശ്യമുണ്ട് അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, മാക്സിമം എത്രയാണ്, ഓരോ പ്രോസസ്സിനും മാക്സിമം എത്ര ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം, ഓൾറെഡി എത്രത്തോളം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇനി എത്രത്തോളം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു റിസോഴ്സ് അലോക്കേഷൻ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹിയർ വി ഹാവ് എ സ്റ്റേറ്റ്, സേഫ് സ്റ്റേറ്റ് ആൻഡ് അൺസേഫ് സ്റ്റേറ്റ്. സി, when a process requests an available resource, system must decide if immediate allocation leaves the system in a safe state. System is in safe state if there exists a sequence P1, P2, etc. Pn of all the processes in the systems such that for each Pi the resources that Pi can still request can be satisfied by currently available
resources plus resources held by all the pj with j less than I. That is, if pi resource needs are not immediately available, then pi can wait until all pj have finished. When pj is finished, pi can obtain needed resources, execute and return allocated resources and terminate. When pi terminates, pi plus 1 can obtain its needed resources and so on. ഇപ്പോൾ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഡിസൈഡ് ചെയ്യണം അതിൻ്റെ ഇമ്മീഡിയറ്റ് അലോക്കേഷൻ ഏതെങ്കിലും സേഫ് സ്റ്റേറ്റിൽ തന്നെയാണോ ഉള്ളത്, അല്ലെങ്കിൽ അത് അൺസേഫ് സ്റ്റേറ്റിലാണോ ഉള്ളത് എന്നുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസോഴ്സിന് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ മാത്രമേ അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു റിസോഴ്സ്, രണ്ട് റിസോഴ്സസും രണ്ട് പ്രോസസ്സും ഉണ്ട്. അപ്പോൾ ഒരു പ്രോസസ്സിനെ റിക്വസ്റ്റ് ചെയ്തു, അതിനെ കൊടുത്തു. ഓക്കെ, വേറൊരു പ്രോസസ്സും ഇതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രോസസ്സിനെ റിക്വസ്റ്റ് ചെയ്തു, മറ്റൊരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഈ പ്രോസസ്സ് വേറൊരു റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യുകയും അതേ പ്രോസസ്സ് വേറൊന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വരും? അവിടെ ഒരു സർക്കുലർ വെയിറ്റ് കണ്ടീഷൻ വരും. അപ്പോൾ ഇത്തരം സർക്കുലർ വെയിറ്റ് കണ്ടീഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഇത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് വെദർ വി ഷുഡ് അലോക്കേറ്റ് ദാറ്റ് പെർട്ടിക്കുലർ റിസോഴ്സ് പ്രോസസ് ഓർ നോട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു പ്രോസസ്സ്, ഒരു സിസ്റ്റം സേഫ് സ്റ്റേറ്റിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ n പ്രോസസ്സസ് ഉണ്ട്, P1 P2 എക്സെട്ര Pn എന്ന് പറഞ്ഞ് n പ്രോസസ്സ് ഉണ്ട് എങ്കിൽ ആ n പ്രോസസ്സിൽ ഇപ്പോൾ pi എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എങ്കിൽ അത് ആ ഒരു പ്രോസസ്സിന് ആ ഒരു റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നുകിൽ അത് അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിസോഴ്സസ് ഹെൽഡ് ബൈ ഏതെങ്കിലും അതർ പ്രോസസ്സസ്. ഓക്കെ, മറ്റ് പ്രോസസ്സ് ഹോൾഡ് ചെയ്യുന്നതാണ് എങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു പ്രോസസ്സ് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് റിസോഴ്സ് റിലീസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദാറ്റ് നീഡ് ടു വെയിറ്റ് അണ്ടിൽ ഓൾ pj ഹാവ് ഫിനിഷ്ഡ്. ദെൻ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓരോ പ്രോസസ്സും ഒരു പെർട്ടിക്കുലർ റിസോഴ്സിനുള്ള ആ ഒരു എക്സിക്യൂഷൻ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് റിട്ടേൺ ചെയ്യണം. ഓക്കെ, റിസോഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷം റിട്ടേൺ ചെയ്യുന്നു അലോക്കേറ്റഡ് റിസോഴ്സസ്, ദെൻ ഇറ്റ് വിൽ ടെർമിനേറ്റ്. ഇതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് പ്രോസസ്സിൻ്റെ കേസ് pi pj പറയാണ്. അപ്പോൾ pi എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. ആ റിസോഴ്സസ് സപ്പോസ് pj ഹോൾഡ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ pj ഓൾറെഡി അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിസോഴ്സസിനെ റിലീസ് ചെയ്യും. അതിനുശേഷം ആ ഒരു റിസോഴ്സിനെ ആര് യൂസ് ചെയ്യാം? piക്ക് യൂസ് ചെയ്യാം. ദെൻ ഇപ്പോൾ ഈ pi എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? piക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യാം. ദെൻ ഈ ഒരു റിസോഴ്സിന് നെക്സ്റ്റ് പ്രോസസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ P1 ആണ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞത് എങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് pi+1 അല്ലെങ്കിൽ P2. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സിന് ഈ സെയിം റിസോഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഓരോ പ്രോസസ്സിനെയും നമ്മൾ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, then here we have some basic facts. If a system is in safe state, then we can say there is no deadlock, and if a system is in unsafe state, there is a possibility of deadlock. And avoidance, here we have to ensure that a system will never enter an unsafe state. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രീ റിക്വസ്റ്റ് അല്ലെങ്കിൽ ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്നത്. എന്താണ് സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? സേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെഡ് ലോക്ക് സംഭവിക്കുന്നില്ല. ഇനി അൺസേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡെഡ് ലോക്കിൻ്റെ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ അവോയ്ഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ആ ഒരു സിസ്റ്റം ഒരിക്കലും ഒരു അൺസേഫ് സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുന്നു. ദെൻ ഇവിടെ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി നിങ്ങളിവിടെ ഓർത്തു വെക്കുക. ഇപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, സേഫ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് അൺസേഫ് സ്റ്റേറ്റ്. അപ്പോൾ ഈ അൺസേഫ് സ്റ്റേറ്റിലാണ് എന്ത് സംഭവിക്കുന്നത്? ഡെഡ് ലോക്ക് സംഭവിക്കുന്നത്. ഓക്കെ,
ദെൻ അവോയ്ഡൻസ് അൽഗോരിതം. അപ്പോൾ ഇവിടെ 2 ടൈപ്പാണ് നമുക്ക് പറയാനുള്ളത്. ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് എ റിസോഴ്സ് ടൈപ്പ്, സെക്കൻഡ് വൺ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ഓഫ് എ resource type. So here in the case of single instance of a resource type, we use a resource allocation graph, and in the case of multiple instance of a resource type, we use the Banker's algorithm. അപ്പോൾ എന്താണ് സിംഗിൾ ഇൻസ്റ്റൻസ്, എന്താണ് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സിംഗിൾ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടാപ്പ് ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടാപ്പ് ഡ്രൈവ്സ് തന്നെ ഒരു 3-4 ടാപ്പ് ഡ്രൈവ്സ് ഉണ്ട്. ഈ 3-4 ടാപ്പ് ഡ്രൈവ്സ് ഒരു 3 പ്രോസസ്സ് യൂസ് ചെയ്യാണ് എന്ന് പറയാം. അപ്പോൾ ഈ ടാപ്പ് ഡ്രൈവ് എന്ന് പറയുന്നൊരു സിംഗിൾ ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, നേരെ മറിച്ച് ടാപ്പ് ഡ്രൈവിൻ്റെ കൂടെ തന്നെ മറ്റ് വേറെ റിസോഴ്സസ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രിൻ്റർ അല്ലെങ്കിൽ മറ്റ് മെമ്മറി യൂണിറ്റ്സ്, ഇങ്ങനെ ഏതെങ്കിലും മറ്റ് റിസോഴ്സസ് കൂടി നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു മൾട്ടിപ്പിൾ റിസോഴ്സസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ സിംഗിൾ റിസോഴ്സ് ആണ് എങ്കിൽ ഇപ്പോൾ ടാപ്പ് ഡ്രൈവ്സിന് അത് ആ ഒരു ടാപ്പ് ഡ്രൈവിൽ തന്നെ ഒരു 3-4 ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടെ വരുന്ന ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് ആണ്. അപ്പോൾ അത്തരം കേസസിൽ നമ്മൾ ആ ഒരു ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫാണ്. ഇനി മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് റിസോഴ്സസ്, അതാണ് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ABC എന്ന് പറയുന്ന 3 ടൈപ്പാണ്. അപ്പോൾ A എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ റിസോഴ്സിലുള്ള ടാപ്പ് ഡ്രൈവ് ആയിരിക്കാം, സെക്കൻഡ് B എന്ന് പറയുന്നത് പ്രിൻ്റർ ആയിരിക്കാം, C എന്ന് പറയുന്നത് വേറൊരു മെമ്മറി യൂണിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസോഴ്സ് ആയിരിക്കാം. ഓക്കെ, ഇങ്ങനെ 3 റിസോഴ്സസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എങ്കിൽ ആ 3 റിസോഴ്സസിലും ഒന്നിൽ കൂടുതൽ റിസോഴ്സസ് ഉണ്ടായിരിക്കാം. ഓക്കെ, എക്ക് 5 റിസോഴ്സസ്, ബിക്ക് 3 റിസോഴ്സസ്, സിക്ക് 10 റിസോഴ്സസ്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് റിസോഴ്സസ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കേസസിൽ നമുക്കവിടെ ഒരു ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബാങ്കേഴ്സ് അൽഗോരിതം. ഈ ബാങ്കേഴ്സ് അൽഗോരിതത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലെയിം എഡ്ജ് ഉണ്ട്. ക്ലെയിം എഡ്ജ് മീൻസ് നമുക്ക് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് നമ്മൾ ഓൾറെഡി എഡ്ജസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ക്ലെയിം എഡ്ജ് എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ PI to RJ, ഇവിടെ P എന്ന് പറയുന്നത് പ്രോസസ്സാണ്, R എന്ന് പറയുന്നത് റിസോഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഡിക്കേറ്റഡ് ദാറ്റ് പ്രോസസ് PJ മേ റിക്വസ്റ്റ് റിസോഴ്സ് PI ആണ് ഇവിടെ, PJ may request resource RJ and it is represented by a dashed line. ഇപ്പോൾ ക്ലെയിം എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡാഷ്ഡ് ലൈനാണ്. ഇപ്പോൾ ഇവിടെ PI ആണ്, പ്രോസസ് PI may request resource RJ. Then here claim edge converts to request edge when a process requests a resource. Then this request edge converted to an assignment edge when the resource is allocated to the process. Okay, then when a resource is released by a process, this assignment edge reconverts to a claim edge. Here the resources must be claimed a priori in the system. ഇപ്പം ക്ലെയിം എഡ്ജ് എന്ന് പറയുന്ന ഒരു ഡാഷ്ഡ് ലൈനാണ്. ഇപ്പം PI to RJ ആണെങ്കിൽ അല്ലെങ്കിൽ PI to RI നമുക്ക് ഏത് രീതിയിലും പറയാം. ഇവിടെ റിസോഴ്സ് ആറും പ്രോസസ്സ് PI ആണ്. ഇവിടെ IJ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയും ഒരു പെർട്ടിക്കുലർ റിസോഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ PI മേ റിക്വസ്റ്റ് എ റിസോഴ്സ് RJ. അപ്പോൾ അവിടെ നമുക്ക് അവിടെ ഒരു ക്ലെയിം എഡ്ജ് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അവിടെ ഒരു റിക്വസ്റ്റ് നടക്കുന്നുണ്ട് എങ്കിൽ അവിടെ നമുക്കൊരു ഈ ഒരു ക്ലെയിം എഡ്ജിന് നമുക്ക് എന്തായിട്ട് കൊടുക്കാം, ഒരു റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം, ഒരു റിക്വസ്റ്റ് എഡ്ജായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ഇങ്ങനെ റിക്വസ്റ്റ് എഡ്ജിനെ കൺവേർട്ട് ചെയ്തു, പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അതിനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, then the request edge converted to an assignment edge when the request is allocated to a process. ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ട് എപ്പോഴാണോ അത് ഫ്രീ ആവുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു റിസോഴ്സിന് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന കണ്ടീഷൻ നമുക്ക് അവിടെ എന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, അതൊരു അസൈൻമെൻറ്റ് എഡ്ജായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ദെൻ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നൊരു എഡ്ജ് വെൻ എ റിസോഴ്സ് ഇസ് റിലീസ്ഡ് ബൈ എ പ്രോസസ്സ്, ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് ആ ഒരു റിസോഴ്സിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എന്തായിട്ട് റീകൺവേർട്ട് ചെയ്യുന്നു, തിരിച്ച്
ക്ലെയിം എഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ദിസ് റിസോഴ്സ് മസ്റ്റ് ബി ക്ലെയിംഡ് എ പ്രയോറി ഇൻ ദി സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ കേസൊക്കെ നമുക്കറിയാം ഏതൊക്കെയാണ് റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ക്ലെയിം എഡ്ജ് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കൊരു റിസോഴ്സസ് എന്ന് പറയുന്നത് R1 R2 ആണ്. അതുപോലെ പ്രോസസ്സ് എന്ന് പറയുന്നത് P1 P2 ആണ്. അപ്പോൾ P1 റിക്വസ്റ്റ് ചെയ്യുന്നു R2ന്, പക്ഷെ അവിടെ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടില്ല. എന്ത് മാത്രമേ ഉള്ളൂ? അവിടെ ഒരു ക്ലെയിം എഡ്ജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ R1 to P1. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്കൊരു സേഫ് സ്റ്റേറ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ എന്തില്ല, ഇവിടെ ഒരു സർക്കുലർ കണ്ടീഷൻ നമുക്ക് വരുന്നില്ല. ഇനി ഇവിടെ നമുക്കൊരു അൺസേഫ് സ്റ്റേറ്റ് ആണ് വരുന്നത് എങ്കിലോ, ഇവിടെ R1 അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു P1. ദെൻ ഈ P2 എന്ത് ചെയ്യാണ്? P2 R1 റിക്വസ്റ്റ് ചെയ്യാണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈസ് ഹോൾഡിങ് ദ റിസോഴ്സ് R2. അപ്പം R2നെ ഹോൾഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു സർക്കുലർ കണ്ടീഷൻ ഉണ്ട്. സോ വി ക്യാൻ സേ ഹിയർ വി ഹാവ് എ unsafe state in the resource allocation graph. Okay, പിന്നെ resource allocation graph algorithm. Suppose that the process Pi requests a resource Rj. The request can be granted only if converting the request edge to an assignment edge does not result in the formation of a cycle in the resource allocation graph. ഇപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇപ്പോൾ പ്രോസസ്സ് Pi RJക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു റിക്വസ്റ്റ് എഡ്ജ് ഒരു അസൈൻമെൻറ്റ് എഡ്ജായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നില്ല എങ്കിൽ മാത്രം ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതത്തിൽ പറയാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ നമുക്കറിയാം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഡ്ജസ് പറഞ്ഞു. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് എഡ്ജസിൽ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ ഒരു റിക്വസ്റ്റ് എഡ്ജ് അസൈൻമെൻറ്റ് എഡ്ജായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നില്ല എങ്കിൽ മാത്രമേ ആ ഒരു റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്യുള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് ബാങ്കേഴ്സ് അൽഗോരിതം. അപ്പോൾ ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രോസസ്സിൻ്റെയും മാക്സിമം ക്ലെയിം നമുക്ക് അറിഞ്ഞിരിക്കണം. എത്ര നീഡ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അഡ്വാൻസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ഇഫ് ആ ഒരു പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന റിസോഴ്സസ് ഓൾറെഡി മറ്റ് പ്രോസസ്സസ് യൂസ് ചെയ്യുകയാണ് എങ്കിൽ അത്തരം കണ്ടീഷനിൽ ആ ഒരു പ്രോസസ്സ് റിസോഴ്സസിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്യേണ്ടി വരും. Then when a process gets all its resources, it must return them in a finite amount of time. അതായത് ഈ ഒരു പ്രോസസ്സിന് എല്ലാ റിസോഴ്സസും കിട്ടിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ അത് എന്ത് ചെയ്യണം? അത് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇത്തരം കണ്ടീഷൻസാണ് നമ്മളിവിടെ പറയുന്നത് ബാങ്കേഴ്സ് അൽഗോരിതത്തിൽ പറയുന്നത്. അപ്പോൾ ബാങ്കേഴ്സ് അൽഗോരിതം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അതുപോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.